നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലോകരാജ്യങ്ങൾ ഇപ്പോൾ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം സാമ്പത്തിക മേഖലയിലെയും ശാസ്ത്ര മേഖലയിലെയും സാങ്കേതിക വിദ്യയിലെയും എല്ലാം കുതിച്ചുചാട്ടം ശത്രു രാജ്യങ്ങളടക്കം വളരെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. GDPയിൽ പിന്നിലായിരുന്ന നാം ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ GDPയിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് 5ാം സ്ഥാനത്ത് തുടരുകയാണ്. മാത്രമല്ല, ധാന്യങ്ങളുടെ ഉൽപ്പാദനം, വ്യാവസായിക മേഖലയിലെ വളർച്ച, കയറ്റുമതി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഡിഫൻസ് മേഖലയിലെ മേൽക്കോയ്മ ഇവയെല്ലാം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മേഖലകളാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യയുടെ പുരോഗതി തീർച്ചയായും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആര് ഭരിക്കും എന്നതിലാണ്. ആയതിനാൽ തന്നെ ലോകത്തിലെ വൻ ശക്തികളെല്ലാം ഉറ്റുനോക്കിയ ഒരു ലോക്സഭാ ഇലക്ഷനാണ് ഈ കഴിഞ്ഞത്. കാരണം മോഡിയാണ് വരുന്നതെങ്കിൽ ഈ ഉയർച്ച ഇനിയും തുടരുമെന്ന് അവർക്കറിയാം. ശത്രു രാജ്യങ്ങൾ ഈ ഉയർച്ചയിൽ തീർച്ചയായും അസൂയപ്പെടുന്നുണ്ടാകും. എന്തുകൊണ്ടാണ് ജോ ബൈഡനെയും ഋഷി സുനകിനെയും എല്ലാം പരാജയപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ജനപ്രിയനായ ആഗോള നേതാവായി മാറിയത്? അടുത്തിടെ നടത്തിയ മോർണിംഗ് കൺസൾട്ട് സർവേ പ്രകാരം 78% അംഗീകാരത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായി ഉയർന്നു. അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ, UK പ്രധാനമന്ത്രിയായ ഋഷി സുനക്, കനേഡിയൻ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ തുടങ്ങിയ ആഗോള നേതാക്കളെ പരാജയപ്പെടുത്തിയാണ് പ്രധാനമന്ത്രി മോദി ലോകത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവായി ഉയർന്നതെന്ന് US ആസ്ഥാനമായുള്ള ഒരു ഏജൻസി മോർണിംഗ് കൺസൾട്ട് അടുത്തിടെ നടത്തിയ സർവേയിൽ പറഞ്ഞത്. ഇന്നിതാ പറഞ്ഞതുപോലെ തന്നെ മോദി 3rd ടേംസിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. എല്ലാവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് അതിനു പിറകെ 5 രാജ്യങ്ങളിൽ നിന്നുള്ള ആഗോള നേതാക്കൾ മോദിയുടെ ചരിത്ര വിജയത്തെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ചരിത്രപരമായ 3ാം തവണയും ലോക്സഭയിൽ വിജയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്ക, റഷ്യ, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ വിളിച്ച് അഭിനന്ദിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, UK പ്രധാനമന്ത്രി ഋഷി സുനക് എന്നിവർ മോദിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അഭിനന്ദന സന്ദേശം അയച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ്, നേപ്പാൾ, ബംഗ്ലാദേശ്, മൗറീഷ്യൻ പ്രധാനമന്ത്രിമാരെയും ഭൂട്ടാൻ നേതൃത്വത്തെയും ക്ഷണിച്ചിരുന്നു. ചരിത്രപരമായ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഏകദേശം 650 ദശലക്ഷം വോട്ടർമാർക്കും അഭിനന്ദനങ്ങൾ. പരിമിതികളില്ലാത്ത സാധ്യതകളുടെ പങ്കിട്ട ഭാവി തുറക്കുമ്പോൾ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളരുകയാണ്. ബൈഡൻ എക്സിൽ ഇങ്ങനെ എഴുതിയതിൻ്റെ മലയാള ഭാഷയുടെ വിവർത്തനം ഇങ്ങനെയാണ്: റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സവിശേഷവും പ്രത്യേകവുമായ തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ നിലവിലെ തലത്തിൽ ഇരുപക്ഷവും സംതൃപ്തി പ്രകടിപ്പിച്ചു. അത് എല്ലാ മേഖലകളിലും വിപുലീകരിക്കുന്നത് തുടരും. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിലുള്ള ക്രിയാത്മകമായ വ്യക്തിഗത ആശയവിനിമയം തുടരാൻ ധാരണയായി. ഇങ്ങനെയുള്ള അഭിനന്ദന ടെലിഗ്രാമും പുടിൻ മോദിക്ക് അയച്ചു. UKയും ഇന്ത്യയും ഏറ്റവും അടുത്ത സൗഹൃദം പങ്കിടുന്നു. ഒരുമിച്ച് ആ സൗഹൃദം അഭിവൃദ്ധി പ്രാപിക്കും. സുനക് എക്സിൽ ഇങ്ങനെ കുറിച്ചു. എക്സിലെ പോസ്റ്റിൽ മാക്രോൺ പറഞ്ഞത്: ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് സമാപിച്ചു. അഭിനന്ദനങ്ങൾ. നരേന്ദ്രമോദി, എൻ്റെ പ്രിയ സുഹൃത്തെ, ഇന്ത്യയും ഫ്രാൻസിനെയും ഒന്നിപ്പിക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തം ഞങ്ങൾ ഒരുമിച്ച് ശക്തിപ്പെടുത്തുന്നത് തുടരും. ഇങ്ങനെയുള്ള ആഗോള നേതാക്കളുടെ അഭിനന്ദനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. കാരണം മോഡി ഇന്ന് ലോകത്തിൽ വച്ച് ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ്. ഇനി വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മുന്നേറാൻ പോകുകയാണ്. GDPയിൽ ഉടൻ 3ാം സ്ഥാനത്തേക്ക് എത്തിപ്പെടാമെന്നാണ് കരുതുന്നത്. നേരത്തെ ജപ്പാൻ, ഇറ്റലി, സിംഗപ്പൂർ, മലേഷ്യ, ഡെൻമാർക്ക്, ഇസ്രായേൽ, കെനിയ എന്നീ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരും ഇറാൻ, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും ഉൾപ്പെടെ 50ഓളം നേതാക്കളും കരീബിയൻ, ഇന്ത്യയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി നേതാക്കളും പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദനം അറിയിച്ചിരുന്നു. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇരു നേതാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് മോദിയുടെ വിജയം ഉറപ്പു നൽകുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞിരുന്നു. കൂടാതെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവും അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. ഈ വിജയത്തിലൂടെ ആരോഗ്യകരവും സുസ്ഥിരവുമായ ഒരു ചൈന-ഇന്ത്യ ബന്ധം ഇരുപക്ഷത്തിൻ്റെയും പൊതു താൽപ്പര്യത്തിനും മേഖലയിലെ സമാധാനത്തിനും സഹായകമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാണ് ഈ വിജയമെന്നും പറയുന്നു.
മാസങ്ങൾ നീണ്ടുനിന്ന ഇന്ത്യ വിരുദ്ധ പ്രഭാഷണങ്ങൾക്ക് ശേഷം ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനെ ചൂണ്ടിക്കാണിച്ച് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മോദിക്ക് അഭിനന്ദന സന്ദേശം അയച്ചു. വളരെ കൗതുകം ഉയർത്തുന്ന കാര്യമാണ്. 2024 ഇന്ത്യൻ പൊതു തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3-ാം തവണയും വിജയിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP നയിക്കുന്ന NDAയ്ക്കും അഭിനന്ദനങ്ങൾ. ഞങ്ങളുടെ രണ്ട് രാജ്യങ്ങളുടെ പങ്കിട്ട അഭിവൃദ്ധിയും സ്ഥിരതയും പിന്തുടരുന്നതിനായി ഞങ്ങളുടെ പങ്കിട്ട താൽപ്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മൊയ്സു എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു. മോദിയെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്ത്യയും ഇസ്രായേലും പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നത് തുടരുമെന്നും പ്രത്യാശിച്ചു. തുടർച്ചയായി 3-ാം തവണയും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഞാൻ എൻ്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദം പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചുയരട്ടെയെന്ന് നെതന്യാഹു ട്വീറ്റ് ചെയ്തു. പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചുകൊണ്ട് തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് ടെ പറഞ്ഞത്, വേഗത്തിൽ വളരുന്ന തായ്വാൻ ഇന്ത്യ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനും ഇൻഡോ പസഫിക്കിലെ സമാധാനത്തിനും സമൃദ്ധിക്കും സംഭാവന ചെയ്യുന്നതിനായി വ്യാപാരം, സാങ്കേതികവിദ്യ, മറ്റു മേഖലകളിലെ ഞങ്ങളുടെ സഹകരണം വിപുലീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇങ്ങനെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള അഭിനന്ദന പ്രവാഹം വന്നുകൊണ്ടേയിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ആഗോളതലത്തിൽ മോദിക്കുള്ള വിലയും പേരും പ്രശസ്തിയും സ്വാധീനവുമാണ്. ഈ ആഗോള ബന്ധങ്ങൾ ദൃഢമാക്കുന്നതോടുകൂടി ഇന്ത്യ വരും വർഷങ്ങളിൽ എല്ലാ മേഖലകളിലും ഉയർച്ചയിലെത്തുമെന്നുള്ളത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അതിന് ശക്തി പകരുന്നതിനായി മോദി 3-ാം തവണയും പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നു. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ പേരും യശസ്സും ആഗോളതലത്തിൽ ഉയർത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.